അവതരിക്കുന്ന കൂട്ടുകാരന്റെ മനസ്സിന്റെ കമ്പനം വിളിച്ചോതുന്ന ഒരു കവിതയാണ്. ശ്രീമതി ബാലാമണി അമ്മയുടെ സഹപാഠികൾ. ൂടെ വരാഞ്ഞതിൻ്റെ ൂണനാളുണിങ്ങെത്താറിനേറ്റിട്ട് ഓമനത്തോടെ വരാഞ്ഞതിൻ്റെ പൊന്നോടു പൂരിട്ടാദിത്യ നീ വീട്ടിൽ പിന്നിലെ തോട്ടിലേക്കോടിയല്ലോ. പൊന്നോടു പൂരിട്ടാദിത്യ നീ വീട്ടിൽ പിന്നിലെ തോട്ടിലേക്കോടിയല്ലോ. പാണക്കളിയുടെ പാട്ടും തുടി കൊട്ടും പാടത്തിനക്കരെ കേൾക്കായല്ലോ. പാണക്കളിയുടെ പാട്ടും തുടി കൊട്ടും പാടത്തിനക്കരെ കേൾക്കായല്ലോ. ചെമ്പിൽ താഴ്മയ്ക്കിലും കാലത്തെ വേവിച്ചൊരമ്പിളി പൂവട മാറിയല്ലോ. ചിട്ട പോലായി പിന്നയും കാച്ചെളിപ്പാടുകൾ വന്നു പെട്ടു. വാടിക്കുഴഞ്ഞു ഞാനോണപ്പെരുമാളെ ചൂടിച്ച താമര പൂങ്കിരീടം ചൂടിയഞ്ഞോരരിച്ചാന്തി മണ്ഡലം കോഴികൾ താറുമാറാക്കി വിട്ടു. പുകയുന്നു ഞങ്ങൾക്കായി നാനിടയിട്ട മുന്തളത്തിൽ. അമ്മയെ പിന്നിന്നലട്ടി ഞാൻ വെപ്പിച്ചൊരഞ്ചാറ് കൂട്ടം കറിക്കരികിൽ ഒറ്റയ്ക്കിരുന്ന അമ്മയാം പാവത്തെ കുറ്റപ്പെടുത്തുമെന്നാണു ഖേദം. കൂട്ടുകാരനെന്തു പറ്റിയെന്ന നല്ല വീട്ടുകാർ വിട്ടയച്ചില്ല ഭാരമറിവുള്ളോ നല്ലവ കോതുന്നു ക്രൂരത കാട്ടുമോ കുട്ടികളിൽ. ചെന്നോ വിളിക്ക ഞാൻ എന്തിനോ തോഴന്റെ ചേച്ചിക്കു ചെഞ്ചുണ്ടു ചെറ്റുകോടി. എന്തുകൊണ്ടച്ഛനു നെറ്റി ചുളിഞ്ഞു പോയെന്തിനെ മെല്ലെ ചിരിച്ചതമ്മ. മേൽക്കുമേൽ വാടും മുഖവുമായി ദൂരേക്ക് നോക്കിയുമോർത്തോർത്തുഴന്നു നിൽക്കേ. തന്റെ കൺതുടച്ചമ്മ നീ മന്ത്രിച്ചാലത്ര നാളൻ പാൽ മറച്ച സത്യം. തന്റെ കൺതുടച്ചമ്മ നീ മന്ത്രിച്ചാലത്ര നാളൻ പാൽ മറച്ച സത്യം. പാഠാലയത്തിലെ പ്രാമാണ്യമുള്ളവർ പാവങ്ങളോടും തിരുങ്ങലുള്ളൂ. പഞ്ചാമൃതം കൂട്ടും ഞാവൽ പഴങ്ങളും പങ്കിട്ടെടുത്തു കഴിക്കലുള്ളൂ. പഞ്ചാമൃതം കൂട്ടും ഞാവൽ പഴങ്ങളും പങ്കിട്ടെടുത്തു കഴിക്കലുള്ളൂ. നാളേക്ക് പൂങ്ങുള്ളും ഉണ്ണികൾ ഘോഷിച്ചു. ആളുകളെല്ലാരും ഒന്നുപോലെ. ആളുകളെല്ലാരും ഒന്നുപോലെ.